ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 72, ശ്ലോകം 9, 10, 11, 12. സായന്തനാപ്ലവവിശേഷവിവിക്തഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാതിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സ യുവാം ദദർശ. ദൂരാദ്രഥാത് സമവരുഹ്യ നമന്ദമേനം ഉദ്ധാപ്യ ഭക്തകുലമൗലിമഥോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാകുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോഥ ഗൃഹാന്നിനേഥ. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം. ഗോപേഷു ഭൂപതിനിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേ नु രാധാഗൃഹേ नु ഭവനേ കിമു മൈത്രവിന്ദേ. ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈഃ ആശങ്കിതോ നിശിമരുത്പുരനാഥപായാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സായന്തന ആപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീത നീല രുചിര അംബര ലോഭനീയൗ ന അതി പ്രപഞ്ച ധൃത ഭൂഷണ ചാരുവേഷൗ മന്ദസ്മിത ആർദ്രവദനൗ സഹ യുവാം ദദർശ. ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം ഉദ്ധാപ്യ ഭക്തകുലമൗലിം അഥ ഉപഗൂഹൻ ഹർഷാത് മിത അക്ഷരഗിരാ കുശല അനുയോഗീ പാണി പ്രഗൃഹ്യ സബലഃ അഥ ഗൃഹം നിനേഥ. നന്ദേന സാകം അതി ആദരം അർച്ചയിത്വാ തം യാദവം തത് ഉദിതാം നിശമയ്യ വാർത്താം. ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിഃ ഇഹ തേന നിശാം അനൈഷീഃ. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാ ഗൃഹേ नु രാധാഗൃഹേ नु കിമു മൈത്രവിന്ദേ. ധൂർത്തഃ വിലംബദേ ഇതി പ്രമദാഭിഃ ഉച്ചൈഃ ആശങ്കിതഃ നിശി മരുത്പുരനാഥ പായാഃ. പദങ്ങൾ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് അക്രൂരൻ എങ്ങനെ ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു. പരമഭക്തനാണ് അക്രൂരൻ. ഭക്തോത്തമാഗതിം. പരമഭക്തനായ ആ അക്രൂരൻ എങ്ങനെയാണോ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചത് ആ രീതിയിൽ ഭഗവാൻ ബലരാമൻ ഒന്നിച്ചവിടെ നിന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ. സന്ധ്യാസമയം രാവിലെ പുറപ്പെട്ടതാണ് അക്രൂര. ഭഗവാനെ ചിന്തിച്ച് 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 വഴി ഒരുപാട് നീണ്ടു എന്ന് തോന്നുമാറ് ആ സന്ധ്യ സമയത്ത് ഇവിടെ എത്തിയപ്പോ വിശേഷ വിവിക്ത ഗാത്രവും അത്യന്തം നിർമ്മലമായ ആ ശരീരത്തോടു കൂടിയവനും മഞ്ഞപ്പട്ടുടുത്ത കൃഷ്ണനും നീലപ്പട്ടുടുത്ത രാമനും പീത നീല രുചിരാംബര ലോഭനീയവും
അതായത് ആ സന്ധ്യയുടെ ആ ചുവപ്പ് ഓറഞ്ച് നിറത്തോടു കൂടിയ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ നിറത്തിൽ പട്ടുടുത്ത് കൃഷ്ണനും തലപ്പാവ് നീലപ്പട്ടുടുത്തിട്ടുണ്ട്. രാമനാണെങ്കിൽ നീലപ്പട്ടുടുത്തിട്ട് തലപ്പാവ് മഞ്ഞപ്പട്ടുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അധികം ആഭരണമൊന്നും ഇട്ടിട്ടില്ല അത്രേ. ലോഭനീയോ നാദി പ്രപഞ്ചധൃത ഭൂഷണ ചാരുവേഷോ, വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നേരത്തെ അമ്മയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വേഗം കുളിക്കണം, ഞങ്ങൾക്ക് നന്നായി ഭംഗിയായിട്ട് അലങ്കരിക്കണം, അധികം ആഭരണമൊന്നും വേണ്ടാമേ എന്ന് പറഞ്ഞ് യശോദയോടും രോഹിണിയോടും പറഞ്ഞ് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. മന്ദസ്മിത ആർദ്രവദനവും യുവാം, പുഞ്ചിരി തൂകിക്കൊണ്ട് ആ രണ്ട് രാമകൃഷ്ണന്മാർ രണ്ടുപേരും ആ അക്രൂരരെ ദൂരത്തുനിന്ന് തന്നെ നോക്കി പ്രതീക്ഷിച്ച് ആരെങ്കിലും വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വഴിയിൽ കണ്ണും നട്ട് നോക്കി നിൽക്കുമല്ലോ, അതുപോലെ രാമകൃഷ്ണന്മാരിവിടെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ആ പരമഭക്തനായ അക്രൂരനെ ഓടി വന്നപ്പോൾ അകത്ത് വന്ന് രാമകൃഷ്ണന്മാരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാവും എന്താ അത്, ചെറിയ ഉണ്ണികളെ നമസ്കരിക്കുക എന്താ അതെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇവര് പുറത്തിങ്ങനെ ദൂരെ വന്ന് കാത്തു നിൽക്കുകയാണ് രണ്ടാളും കയ്യും പിടിച്ച്. അഥ ത്വം ദൂരാത് രഥാത് സമവരുഹ്യ, വളരെ അകലെ വെച്ച് തന്നെ തേരിൽ നിന്ന് ഇറങ്ങി നമസ്കരിക്കുകയാണ് അക്രൂരർ. നമസ്കരിക്കുന്ന പരമഭക്തനായ അക്രൂരനെ നമന്തം ഭക്തകുല മൗലിമ്യേനം ഉത്ഥാപ്യ പിടിച്ചെഴുന്നേപ്പിച്ചു. ഹർഷാത് ഉപഗുഹൻ, എന്നിട്ട് സന്തോഷത്തോടുകൂടി കെട്ടിപ്പിടിച്ചു രണ്ടുപേരും. മിതാക്ഷരഗിര, അക്രൂരരും അവിടെ വളരെ ആനന്ദം അനുഭവിക്കുകയാണ്. ആ ഉണ്ണിയാളെ രണ്ടുപേരെയും രണ്ട് കൈകൾ കൊണ്ടിങ്ങനെ ചേർത്ത് ആലിംഗനം ചെയ്ത് ആ ഭക്തിയെ എത്ര കാണാൻ പറ്റുമോ, എന്ത് ചെയ്യുമോ, എനിക്ക് ദർശനം കിട്ടുമോ, അതെന്നെ പുറത്ത് നിർത്തുമോ, എന്താണോ കൃഷ്ണൻ ചെയ്യാൻ പോണേ, ഇത്രയും നാളായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് വിചാരിക്കുമോ, ഭക്തി ഇല്ലാത്തവനാണെന്ന് വിചാരിക്കും. ഇതൊക്കെ മനക്കോട്ട കണ്ടങ്ങ് പോവുകയാണ്. അങ്ങനെയല്ല, എങ്ങനെ ഏത് വേഷത്തിലാണോ അക്രൂരർ ആഗ്രഹിച്ചത് അതേപോലെ വേഷം കെട്ടി അവിടെ രണ്ടാളും കാത്തു നിൽക്കുകയാണ്. കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം ഒഴുകുകയാണ്. കണ്ണീര് കൊണ്ട് ആ രാമകൃഷ്ണന്മാരെ കുളിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മിതാക്ഷരഗിരാ കുശലാനുയോഗി, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കുശലം ചോദിച്ചു രാമകൃഷ്ണന്മാര്. അധികമൊന്നും പറയാൻ സമ്മതിച്ചില്ല. അഥ പാണിം പ്രഗൃഹ്യ, എന്നിട്ട് രണ്ടാള് രണ്ട് കയ്യിൽ പിടിച്ചേക്കുക. സബലഹ ഗൃഹാൻ നിനേധ, എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ് വീട്ടിലേക്ക്. ആ കൊണ്ടുപോകുന്ന സമയത്ത് പറയണ്ട്. അപ്പോൾ അക്രൂര് കണ്ട ഉടനെ പറഞ്ഞു, ഉണ്ണിയാളെ കംസൻ കൊണ്ടുവരാൻ പറഞ്ഞേക്കാണ് നിങ്ങളെ, അവിടെ ധനുർയാഗം എന്നുള്ളൊരു പേരിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും കുവലയാപീഠത്തെ കൊണ്ട് ചവിട്ടി വധിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താ ചെയ്യണ്ടേ ഞാൻ? എന്നെ പറഞ്ഞു വിട്ടു, കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിതാ ഓടിയെത്തി, ഇനി എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം ക്രൂരഭ, എന്നതൊന്നും അകത്ത് രണ്ടാളിരിപ്പുണ്ട്, യശോദയും നന്ദഗോപരും. അവരുടെ കണ്ണിലുണ്ണിയാണ് ഞങ്ങൾ രണ്ടാളും. അവരോട് ഇതൊന്നും പറയരുത്. എന്താണോ രാജകൽപ്പന പറഞ്ഞു വിട്ടിരിക്കുന്നത് അത് മാത്രം അകത്ത് അറിയിക്കുക. കാരണം ഇതൊന്നും കേൾക്കാനുള്ള ശക്തിയൊന്നും അവർക്കുണ്ടാവില്ല. പാവമാണ് എൻ്റെ അമ്മ, അതുകൊണ്ട് അമ്മയോട് ഇതൊന്നും പറയരുത് എന്ന് അക്രൂരിനോടൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടി കയ്യും പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. തം യാദവം അമിതാദരം നന്ദേന സാഗം അർച്ചയിത്വ, ആ യാദവനെ അക്രൂരനെ അമിതാദരം അങ്ങേറ്റം ആദരവോടുകൂടി തന്നെ നന്ദേന സാഗം നന്ദഗോപരോടും കൂടി ചേർന്ന് അർച്ചയിത്വ പൂജിക്കുകയാണ്.
കൃഷ്ണൻ വേഗം വെള്ളം കൊണ്ട് കൊടുക്കണു, അതിൽ പ്ലേറ്റ് കൊണ്ട് കൊടുക്കണു, കാല് കഴുകിക്കണു, എന്നിട്ടതിൽ പ്രോക്ഷണം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ട പാദ്യം കൊടുക്കണു, അർഘ്യം കൊടുക്കണു, ആചമനീയം കൊടുക്കണു, എല്ലാം പൂജ വേണ്ടവണ്ണം പൂജ ചെയ്യാണ്. തദുദിതാം വാർത്താം നിശമ്യ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കംസൻ ധനുർയാഗം നടത്താൻ പോവാണ് എന്നുള്ളത്. അതിന് ഇവിടുന്ന് യാദവന്മാരെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ട് ഭൂപതി നിദേശകഥാം, രാജാവായ കംസന്റെ ആ യാഗത്തിന് എല്ലാവരും വരണം എന്നുള്ള രാജകൽപ്പനയെ കേട്ട് ഗോപേഷു നിവേദ്യ, ആ ഗോപജനങ്ങൾക്കൊക്കെ വിളംബരം കൊടുത്തു നന്ദൻ. ഇഹ തേന നാനാ കഥാഭിഹി നിശാം അനൈഷീഹി. അങ്ങനെ ആ നന്ദ യശോദ ഗൃഹത്തിലിരുന്ന് അക്രൂരരോട് പലതും പറഞ്ഞ് ആ രാത്രി മുഴുവൻ, വളരെ അടുത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല അല്ലേ, വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകും. അതേപോലെ ഇവിടെ വിശേഷങ്ങൾ പറയുകയാണ്. അപ്പോൾ രാമകൃഷ്ണന്മാരും അടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോപികമാരെല്ലാ ദിവസവും രാത്രി ആയിക്കഴിഞ്ഞാൽ കൃഷ്ണൻ യമുനയുടെ തീരത്ത് വരും, അവിടെ വന്ന് കേളി നടക്കും. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്, കാണണില്ല കൃഷ്ണനെ. അപ്പോൾ ധൂർത്തഹ, വഞ്ചനാണ് ആ കൃഷ്ണൻ. ചന്ദ്രാഗൃഹേക്കും, ചന്ദ്രയുടെ വീട്ടിലാണോ പോയിക്കണം, അവരറിഞ്ഞിട്ടില്ല. ഈ അക്രൂരർ വന്നതൊന്നും അവരറിഞ്ഞിട്ടില്ല. ചന്ദ്രയുടെ വീട്ടിലാണോ, ഉത ചന്ദ്രഗൃഹേനു, അല്ലല്ല, ചന്ദ്രഭഗയുടെ വീട്ടിലായിരിക്കും. രാധാഗൃഹേ, നീ രാധയുടെ വീട്ടിലെങ്ങാനോ ആണോ നിൽക്കുന്നത്? മൈത്രവിന്ദേ ഭവനെ, മിത്രവിന്ദയുടെ വീട്ടിലാണോ വേറൊരാൾ ചോദിക്കേണ്ടത്. കിമു വിളംബതേ, എന്താണ് ഇത്ര നേരമായിട്ടും വരാത്തത്? ഏത് വീട്ടിലാണാവോ? നിശി പ്രമദാഭിഹി ഇതി, ഇങ്ങനെ ആ രാത്രിയിൽ മുഴുവൻ ഗോപസുന്ദരികള് ഉച്ചൈഹി ആശങ്കിതഃ, കണ്ടില്ലല്ലോ കൃഷ്ണനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് അത്യധികം ശങ്കയോടുകൂടി കാത്തിരുന്നു ഭഗവാന്. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പ മരുത്പുരനാഥ പായാഹ, എന്നെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ദശകം നിർത്തുകയാണ്. അടുത്ത ദശകത്തിൽ ഭഗവാൻ ഇവരെയൊക്കെ വിട്ടിട്ട് മധുരാപുരിയിലേക്ക് പോകുന്നു. ഇവർക്ക് ആ മധുരാപുരിയിലേക്ക് പോയാലും തന്നെക്കുറിച്ചുള്ള ഓർമ്മകളും താൻ അവരോടുകൂടി നടത്തിയ ലീലകളും കേളികളും ഒക്കെ അവരുടെ മനസ്സിൽ നിറച്ച് ഈ ലോകത്ത് ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള ഒരു ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിച്ചിട്ടാണ് ഭഗവാൻ മധുരയിലേക്ക് പുറപ്പെടുന്നത്. അടുത്ത ദശകത്തിൽ കാണാം. ഹരേ കൃഷ്ണ.